ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചക്കപ്പഴം കൊണ്ട് ബജ്ജി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ കുറച്ച് ചക്കച്ചുള നല്ല മധുരമുള്ളത് കിട്ടിയിട്ടുണ്ട്, വല്ലാണ്ട് പഴുത്ത് പാകാവരുത് കേട്ടോ. അപ്പോൾ അതേ അതിലേക്ക് വേണ്ടത് ചെറിയൊരു ഗ്ലാസ് കടലമാവാണ് ഇട്ടെടുത്തേ. അതിലേക്ക് 1 ടീസ്പൂണ് കായം പൊടിച്ച് ചേർത്തത് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനങ്ങൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ചുവപ്പ് കിട്ടാൻ നല്ലത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നല്ലത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് അരിപ്പൊടി ചേർക്കണം കേട്ടോ. അത് ക്രിസ്പി ആയിട്ട് നമുക്കിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ടീസ്പൂൺ അരിപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. വല്ലാണ്ട് പഴുത്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ ചക്ക. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാക്കിയാൽ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരുവിധം കട്ടിയിൽ ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ മാവ്. വല്ലാണ്ട് ലൂസായി പോകരുത് കേട്ടോ. അപ്പോൾ ചക്ക അതിലേക്ക് മുക്കി കഴിഞ്ഞാൽ ഒലിച്ച് പോവുള്ളൂ. ചക്ക മുക്കി കഴിഞ്ഞാൽ നല്ല കട്ടിയിൽ കിട്ടണം മാവ്. അപ്പം നന്നായി യോജിപ്പിച്ച് റെഡിയാക്കുക. ഇവിടെ ഇപ്പോൾ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോഴാണ് ഞാനിപ്പോൾ യൂട്യൂബിലിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോ ആയിട്ട് പിടിച്ചതാണ്. അപ്പം ഇനി നമുക്കിത് ശരിയായിട്ട് കേട്ടോ. ഇനി പാൻ അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ചക്ക അതിലേക്ക് മുക്കിയെടുക്കാം കേട്ടോ. വലിയ ചക്കച്ചുളയാണെങ്കിൽ ഒരു ചക്കച്ചുള കൊണ്ട് 3 കഷ്ണമൊക്കെ ആക്കാം കേട്ടോ. ഇത് നല്ല കട്ടിയുള്ള ചുളയാണ്. ഇതേപോലെ വല്ലാണ്ട് പഴുത്ത് കുഴഞ്ഞു പോകാത്ത ചക്കയാവണം കേട്ടോ. അത് അതിൽ നിന്നിട്ട് ഓരോന്ന് മുക്കി അത് വെളിച്ചെണ്ണയിലിടുക. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇടണം കേട്ടോ. അടിഭാഗം ബ്രൗൺ നിറാവുണ്ടോ എന്ന് ഇടയ്ക്ക് നോക്കണം. ഗ്യാസ് സിമ്മിൽ കത്തിച്ചാൽ മതി, അല്ലെങ്കിൽ വല്ലാണ്ട് കരിഞ്ഞു പോവും അടിഭാഗം. ഇതിപ്പോൾ കുറച്ച് ചക്കച്ചുളയിന് എടുത്തിട്ടുള്ളൂ, കാരണം ഇതിൽ ഒരു പ്രാവശ്യം ഇടാനുള്ളത് തന്നെയുള്ളൂ. ചക്കയുടെ കാലം കഴിയുമ്പോഴേക്കൊക്കെ ചക്ക എല്ലായിടത്തും കഴിഞ്ഞൊക്കെ തുടങ്ങി. ഇപ്പോൾ അധികം കിട്ടാനൊന്നുമില്ല. അപ്പോൾ അതേ അടിഭാഗം മറിച്ചിട്ടതാണ് കേട്ടോ. ഇതേപോലെ ബ്രൗൺ നിറാവണം കേട്ടോ, കരിയാണ്ട് നോക്കണം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ബ്രൗൺ നിറാവുമ്പോൾ നമുക്ക് കോരി എടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും മറിച്ചിടുക. മഴ പെയ്തു തുടങ്ങിയപ്പോഴേ ചക്കയുടെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് ചക്കയ്ക്ക് ടേസ്റ്റ് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുക നല്ലത്. മഴക്കാലത്തേക്ക് എടുത്തു വെച്ചാൽ ടേസ്റ്റ് കുറയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ 2 ഭാഗം ബ്രൗൺ നിറായപ്പോൾ ഗ്യാസ് ഓഫാക്കി വെച്ച് കോരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോഴും ചക്ക ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ പറഞ്ഞോളൂ.
ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.